ഗുഡ് മോർണിംഗ്. ബാബു വലിയ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും ഓടിവാ. നമ്മളുടെ ഈ കറുത്ത അടുക്കള കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മടി തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലേ? അപ്പം രാവിലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലതികാസ് ബ്ലോഗിനെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. രാവിലെ ഞാൻ ബലിയൊക്കെ ഇടാൻ പോയിരുന്നു കേട്ടോ. രാവിലെ ബലിയൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് അടുക്കളയിലൊക്കെ കയറിയത്. അല്പം വൈകിയാണ് അടുക്കളയിൽ കയറിയത്. രാവിലെ ഒരു കാപ്പിക്കുള്ള കറി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് 6 മണിയായപ്പോഴേക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ബലിയിടാനായിട്ട്. ഇങ്ങനെ ബലിയൊക്കെ ഇട്ടിട്ട് വന്ന് ഒരുപാട് സമയം കഴിഞ്ഞാണ് കേട്ടോ അടുക്കളയിലൊക്കെ കയറിയത്. അങ്ങനെ ഇതാണ് ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ. ഞങ്ങളുടെ ബാബു വലിയ ദിവസത്തെ വിശേഷങ്ങളാണ്. ഇന്നലെ ഞാൻ ഒരിക്കൽ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവർക്കെല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഇന്ന് രാവിലെ തന്നെ ഇന്ന് അവിയലും ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ ചക്ക അവിയലാണ്. ഇന്ന് ബാഹുബലിക്ക് ചക്ക കൂട്ടണമെന്നാണല്ലോ, അതുകൊണ്ട് ചക്ക അവിയൽ വെച്ചു. പൂശണിങ്ങ എരിശോരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ അങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. പാവയ്ക്ക വറുത്തു. പിന്നെ പാൽപ്പായസം വച്ചു. അങ്ങനെ ഒരു ചെറിയ സദ്യയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നലെ നല്ല രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പാൽപ്പായസമൊക്കെ റെഡിയായി. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, 3 പേർക്കും കണക്കാക്കി വെക്കുന്നതാണ്. അപ്പം കുറച്ച് മതി. അങ്ങനെ പാൽപ്പായസത്തിന് നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടാം. വീഡിയോ ഒന്നും കാണാതിരിക്കരുത് കേട്ടോ. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങളൊക്കെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതായത് സ്പെഷ്യലായിട്ട് കാണുക. പിന്നെ ഇതൊക്കെ തന്നെയാണ്. തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തോരൻ വെച്ച് പിന്നെ എനിക്ക് നാരങ്ങ, മാങ്ങ, നെല്ലിക്ക അച്ചാറുകളെല്ലാം ഉണ്ട്. ഇതാ പാവയ്ക്ക് വറുത്തുണ്ട്, തോരനുണ്ട്, ചക്ക അവിയലുണ്ട്, പിന്നെ അച്ചാർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ പൂശണിങ്ങ കറിയുണ്ട്, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ എല്ലാ അച്ചാറും ഉണ്ട്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ചു. ഞാൻ മാത്രം പ്ലേറ്റിൽ കഴിച്ചു. ബാക്കിയുള്ള അവർ രണ്ടുപേരും ഇലയിൽ കഴിച്ചു. ഇന്നലെ ഇലയിൽ സദ്യ കഴിച്ചു, അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇലയിൽ വേണ്ടാന്ന് കരുതി ഞാൻ ഇങ്ങനെ കഴിച്ചതാണ്. ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ കേട്ടോ. ഇനി ഞാനൊരു ഉടങ്കൊല്ലി നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് കായ്ക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ, അത് നിറച്ച് കായ്ക്കണുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കി, അതിൽ നിന്ന് ഒരു മുറ്റിയ മുളക് നോക്കി ഞാനൊന്ന് പറിച്ചെടുത്തു. പിന്നെ രാവിലെ പാലുകാരൻ വന്ന് പാലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തില്ല. അങ്ങനെ പാലൊക്കെ എടുത്ത് പുളിച്ചിക്കയൊക്കെ പറിച്ച് കൊണ്ട് പോവുകയാണ്. പുളിച്ചിക്ക ഞാൻ പറിച്ചത് എന്തിനാണെന്ന് പറയുമ്പോൾ വിളക്ക് തേക്കാൻ വേണ്ടിയാണ്. വിളക്ക് തേക്കുമ്പോൾ നല്ലവണ്ണം വെളുക്കും. അങ്ങനെ പുളിച്ചിക്കയൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ തന്നെയാണ് വീട്ടു വിശേഷം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.